ഇനി അവർ നിനക്ക് വിരോധമായി, നിൻ്റെ പ്രാപിക്കലുകൾക്ക് വിരോധമായി നിൽക്കത്തില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തെ കൊണ്ടുവരുന്ന ഒരു അനുഭവമായി മാറുവാൻ ചിലർ വഴിമുടക്കി നിൽക്കുന്ന ചിലർ വഴി മാറുമ്പോൾ ആ സന്തോഷം വരും. അല്ലേ സഹോദര? നിൻ്റെ പ്രാപിക്കലിന് തടസ്സമായി തൊഴിൽ മേഖലയിലെ ആ ഉയർച്ചയ്ക്കും സ്ഥിരതയ്ക്കും അവിടെ തുടർമാനമായി നിലനിൽക്കുന്നതിനും തടസ്സമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, എന്തിന് വാക്കുകളും പ്രവൃത്തികളും ഫലിക്കാതെ വരുമ്പോൾ അഭിചാരങ്ങളിലൂടെയും മന്ത്രവാദങ്ങളിലൂടെയും ക്ഷുദ്രപ്രയോഗത്തിലൂടെയും നിനക്ക് വിരോധമായി നിൽക്കുന്നവർ ആ സ്ഥാനം വിട്ട് മാറിപ്പോകുമ്പോൾ ആ സന്തോഷം വരും. അല്ലേ സഹോദരി? അവിടെ നിന്നെ നിർത്തത്തില്ല എന്ന് സന്തോഷമായി സമാധാനമായി നിൻ്റെ ഭർത്താവിനൊപ്പം നിൻ്റെ മക്കൾക്കൊപ്പം നീ കെട്ടിക്കയറിപ്പോയി ആ ഭവനത്തിനകത്ത് പാർക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്ന, വെല്ലുവിളിക്കുന്ന ചിലർ സ്വസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, നിൻ്റെ സ്വസ്ഥാനത്തെ മാറ്റുവാൻ ശ്രമിക്കുന്ന ചില സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാകും. അല്ലേ മക്കളെ? അവിടെ തുടരുവാൻ അനുവദിക്കാത്ത വിധത്തിൽ വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചില വ്യക്തികൾ സ്വസ്ഥാനത്തില്ലാതാകുമ്പോൾ ആ സ്ഥാപനത്തിന് വിരോധമായി നിൽക്കുന്ന നിൻ്റെ വളർച്ചയ്ക്കും നിൻ്റെ അനുഗ്രഹത്തിനും ശുശ്രൂഷക നീ പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില വ്യക്തികൾ, അവരുടെ പിന്നിലെ ചില പ്രവർത്തികൾ, അത് മനുഷ്യൻ്റെയുമുണ്ട് പിശാചിൻ്റെയുമുണ്ട്. അവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരും. അതേക്കുറിച്ച് കർത്താവ് പ്രാർത്ഥനാമത്തി എന്നോട് പറഞ്ഞു. ഞാൻ നിങ്ങളുമായത് പങ്കുവച്ചു. തുടർന്ന് നമ്മൾ വിശ്വാസത്തോടെ ആ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന ദൈവവചനം കേൾക്കും, ദൂതേറ്റെടുക്കും, പ്രാർത്ഥിക്കും, പ്രാപിക്കും. റെഡിയാണല്ലോ എന്ന് ആ വാഗ്ദത്ത വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാഗ്ദത്ത വചനത്തിലേക്ക്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. 6-ാമത്തെ വാക്യത്തിലേക്ക് കയറിയാൽ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ആ വാഗ്ദത്ത വചനത്തിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നോക്കൂ, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് നീ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. ദൂത് ഞാൻ ആവർത്തിക്കട്ടെ. ദൈവത്തിലൂടെ നിൻ്റെ കുടുംബം, നിൻ്റെ പ്രിയപ്പെട്ടവർ പ്രാപിക്കുമെന്ന് അവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്നത് നീ അവരുടെ കരങ്ങളിൽ എത്തിക്കും. നിൻ്റെ കുടുംബം കാത്തിരിക്കുന്ന നല്ല നാളെ, നിൻ്റെ കുടുംബം പ്രാർത്ഥനയോടെ ഒരുങ്ങിയായിരിക്കുന്ന ആ നല്ല നാളേക്ക് വേണ്ട നന്മകൾ, അനുഗ്രഹങ്ങൾ നിൻ്റെ കൈകൊണ്ട് നീ കൊടുക്കുവാൻ പോകുക. അതേ സഹോദര, എന്നെക്കൊണ്ട് എന്തിനു കഴിയും? എൻ്റെ കുടുംബത്തിലെ ആഗ്രഹം, എൻ്റെ മക്കളുടെ ഇഷ്ടങ്ങൾ, എൻ്റെ ഭാര്യയുടെ, അയ്യോ അതൊന്നും നിവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നു. നിൻ്റെ കൈകൊണ്ട് തന്നെ, യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവം എത്ര വലിയവനാ, നിന്നെക്കൊണ്ട് തന്നെ അതെൻ്റെ കർത്താവ് നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ പോകുക. ഷബറിധലമാഷേഖനെ, നിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടത് നിൻ്റെ കരം കൊണ്ട് തന്നെ. അതിന് തടസ്സമായി നിൽക്കുന്ന ആ രോഗം മാറിപ്പോകുക. ആ രോഗ കാരണമായ പൈശാചിക മണ്ഡലം, അതിന് പിന്നിൽ നിൽക്കുന്ന വെല്ലുവിളികൾ മാറിപ്പോകുക. യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ തൊഴിലില്ലായ്മയുടെ അനുഭവം നീ ആഗ്രഹിക്കുന്നതാണ്, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതണം, അവളുടെ വിവാഹത്തിന് വേണ്ടിയുള്ളത് ചെയ്യണം, പക്ഷേ അതിന് കഴിയുന്നില്ല. വീട്ടിനകത്തെ പ്രശ്നം അത് തന്നെയാണ്. പക്ഷേ അവരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് നിൻ്റെ മകളുടെ വിവാഹം. അവരുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് കർത്താവ് കൊടുത്ത ഉറപ്പ് നിന്നിലൂടെ നിവർത്തിക്കപ്പെടുവാൻ പോകും. നിൻ്റെ ജോലിയിലൂടെ തന്നെ. അതിനർത്ഥം നീ ജോലി നഷ്ടപ്പെട്ടവനായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്ത വചനത്തിൻ്റെ പ്രാരംഭ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു മനുഷ്യനും നിൻ്റെ
നേരെ നിൽക്കത്തില്ല. നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നതിന് തടസ്സമായി. അർത്ഥാൽ നിൻ്റെ കുടുംബം, നിൻ്റെ പ്രിയപ്പെട്ടവർ, അവർ ദൈവത്തിൽ നിന്ന് കേട്ടത് അവരുടെ കരങ്ങളിൽ എത്തിക്കുന്നതിന് തടസ്സമായി ഒരു മനുഷ്യനെയും എൻ്റെ ദൈവം നിൻ്റെ മുൻപിൽ നിർത്തത്തില്ല. യെസ്, ചിലരെയൊക്കെ കർത്താവ് സ്വസ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുവാൻ പോകുക. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ? ചിലരെ ഒന്നും നീ കാണത്തില്ല, നോക്കും നീ കാണത്തില്ല. അയ്യോ, എവിടെ പോയി അവരില്ലാതെ ഒരു വല്ലാത്ത ശൂന്യതയാണല്ലോ. യെസ്, യേശുവിൻ നാമത്തിൽ. ബന്ധുക്കളോ നല്ല കൂട്ടുകാരോ ഇല്ല, അങ്ങനെയുള്ള സ്ഥലത്താണ്. അവിടെ കുറ്റം പറയാനായിട്ടെങ്കിലും വാതുറക്കുന്ന ചിലരുള്ളത് ചിലപ്പോഴെങ്കിലും ഒരു ആശ്വാസമാണ്. എന്നാൽ കേൾക്ക്, നിൻ്റെ പ്രാപിക്കലിന് തടസ്സമായി നിൽക്കുന്ന ചിലരെ കർത്താവ് മാറ്റിക്കളയുവാൻ പോകുക. ആ സ്ഥാപനത്തിൽ നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നത് തടസ്സമായി, ആ രാജ്യത്ത് നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നത് തടസ്സമായി, അവിടെ നിന്നെ വിടത്തില്ല, അല്ലെങ്കിൽ അവിടെ നിൽക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് അഭിചാരങ്ങളും ഗൂഢോത്രവും മന്ത്രവാദവും ചെയ്ത് നാട്ടിൽ കാത്തിരിക്കുന്ന ചില ദുഷ്ട മനുഷ്യരുണ്ട്. നീ ഇന്നത്തേതിൽ നോക്കം കാണത്തില്ല. ഓ ഷാബാറി ദലമാഷേഖനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഓ അമ്മേൻ, മക്കളുടെ പ്രാപിക്കലിന് വിരോധമായി അവർ ചെന്നെത്തേണ്ട, അവർ പ്രാപിച്ചെടുക്കേണ്ട അമ്മേൻ ആ നന്മകൾ, ആ സന്തോഷങ്ങൾ പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നവരെ നീ നോക്കും കാണത്തില്ല. നോക്കൂ, ഇവിടെ വാഗ്ദത്തം ദൈവജനത്തിന്, ഒരു വലിയ കൂട്ടത്തിന് വാഗ്ദത്തം ചെയ്യപ്പെട്ട വലിയ വാഗ്ദാനങ്ങളുണ്ട്. അമ്മേൻ, അതൊക്കെ യോശുവയുടെ ദൈവം പറയാൻ, നീ ഈ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കും. എത്ര വലിയ പദവിയാണ്. അമേൻ. എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അതാ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എനിക്കൊപ്പമുള്ളവർക്ക് വേണ്ടി, എന്നിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചായിരിക്കുന്നവർക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ഭാരപ്പെട്ടായിരിക്കുന്നു. നിൻ്റെ കൈകൊണ്ട് തന്നെ, യെസ്, യേശുവിൻ നാമത്തിൽ ശുശ്രൂഷക, നിൻ്റെ കൈകൊണ്ട് തന്നെ ഷേഖനെ റാഥൂറിയ കർത്താവ് പലതും ചെയ്യിപ്പിക്കുവാൻ പോകുക. ദൈവപ്രവൃത്തി നിൻ്റെ കരങ്ങളിലൂടെ, നിൻ്റെ കരങ്ങളിലൂടെ നിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചായിരിക്കുന്നവിടെ പകരപ്പെടുക. ഷേഖനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അമ്മേൻ, സ്തോത്രം. ഒരുത്തനും നിൽക്കത്തില്ല. അതിൻ്റെ ഉറപ്പെന്താണെന്നറിയാമോ? ദൈവം പറയുക, ഞാൻ മോശയോട് കൂടിയിരുന്നത് പോലെ നിന്നോട് കൂടിയിരിക്കും. അമ്മേൻ. കർത്താവ് വെറും വാക്ക് പറയുകയല്ല. ഇന്നലകളിൽ ഇത് അനേകരുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കുടുംബത്തിൻ്റെ കാര്യം നോക്കി ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന്, ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന്, അവരിൽ നിന്ന് പ്രതീക്ഷിച്ചവർക്ക് പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമുള്ളത് നൽകിയ അനേകരെ നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ അറിഞ്ഞതാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ശക്തന്മാരുടെ, അഭിഷിക്തന്മാരുടെ, ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവത്താൽ സംഭവിച്ചത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നിന്നോട് കൂടിയിരിക്കും. അവരോട് കൂടിയിരുന്നത് പോലെ. അയ്യോ പാസ്റ്റർ, അവരൊക്കെ ശ്രേഷ്ഠന്മാരാണ്. നോക്കൂ, ഇവിടെ ആരോട് കൂടെ ഇരിക്കാമെന്നാണ് ദൈവം പറഞ്ഞത്? യോശുവയോട് കൂടിയിരിക്കാം. യോശുവ അത്ര വലിയ സംഭവമൊന്നുമല്ല. മോശയുമായി തട്ടിച്ച് നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ മോശയെപ്പോലെ ഒരു വലിയ ഹിസ്റ്ററി യോശുവയെക്കുറിച്ച് പറയുവാനില്ല. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കണ്ടെത്തി അമ്മയുടെ ഉദരത്തിലെ ഭയങ്കരവും അതിശയകരമായി ഉരുവാക്കി വെള്ളത്തിൽ തകർന്നു പോകാതെ വലിച്ചെടുത്ത മോശയ്ക്കൊപ്പം പറയുവാനൊന്നുമില്ല. പക്ഷേ യോശുവയോട് കൂടെയും ദൈവം വരുന്നു. നിനക്കൊരു പക്ഷേ അങ്ങനെ പാരമ്പര്യമോ പേരോ പെരുമയോ പ്രശസ്തിയോ ഒന്നും പറയുവാൻ കാണത്തില്ല. എന്നാൽ കേൾക്ക്, ദൈവം നിന്നോട് കൂടിയിരിക്കും. നീ പ്രാപിക്കുന്നതിന് തടസ്സമായി, നിൻ്റെ പ്രാപിക്കലുകൾക്കും വർധനവിനും വിശാലതയ്ക്കും തടസ്സമായി എഴുന്നേൽക്കുന്ന സകലത്തെയും നിൻ്റെ വഴിയിൽ നിന്ന് ദൈവം മാറ്റിക്കളയും. ഇനി നിനക്ക് വിരോധമായി നിൻ്റെ കുടുംബത്തെ തകർക്കുവാൻ, നിൻ്റെ നന്മകളെ നശിപ്പിച്ച് കളയുവാൻ, നിൻ്റെ ദേശത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിപ്പിച്ച് കൈ നീട്ടുന്നവനാക്കി മാറ്റുവാൻ, അതേ കടക്കാരനാക്കി മാറ്റുവാൻ തക്കവണ്ണം ചിലർ എഴുന്നേൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എഴുന്നേൽക്കുന്ന ചിലരെ ദൈവം നീക്കിക്കളയും. റെഡിയാണോ? പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ, മുൻപിലുള്ള ശത്രുവിനെ ദൈവം നീക്കിത്തരുന്ന അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുവാൻ. എങ്ങനെ? യോശുവയോടും മോശയോടും ദൈവം കൂടിയിരുന്നത് പോലെ നമ്മോട് ദൈവം കൂടിയിരിക്കും. പ്രാർത്ഥനയോട് ഉപവാസത്തോടെ നീ ശക്തിപ്പെട്ടാൽ ദൈവം നിന്നോട് കൂടിയിരിക്കും. റെഡിയാണോ? നിങ്ങളുടെ മാത്രമായൊരു വിഷയത്തിന് വേണ്ടി, അതേ ആ പ്രാപിക്കലിന് തടസ്സമായി നിൽക്കുന്നവരെ, നിങ്ങളുടെ മുൻപിൽ നിന്ന് വഴിമുടക്കുന്നവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചെറുതൊരു ഉപവാസ പ്രാർത്ഥന നിങ്ങളുടേത് മാത്രമായി ഈ വിഷയത്തിന് വേണ്ടി ക്രമീകരിക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. ധൈര്യമായി കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും. ഒരുമിച്ച് ആ ദൈവിക സാന്നിധ്യത്തിനൊപ്പം മുൻപോട്ട് പോകുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന പ്രതിവാര വചന സന്ദേശമുണ്ട്. ജോയിൻ ചെയ്ത് നോക്കുക. ബ്ലെസ്സിങ് ആയിരിക്കും. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത്
മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷ സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. വളരെ അനുഗ്രഹമാണ്. ജോയിൻ ചെയ്ത് നോക്കുക. വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരിട്ട് കടന്നു വരുന്നവർക്കും കടന്നു വരാം. നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ ലൈവിൽ സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണി മുതൽ തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിന് കാല പോകുന്ന വഴിക്ക് കുറ്റമ്പള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കടന്നു വരിക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ, ആ പ്രവചന ദൂതിനു മുമ്പിൽ ഈ ജനത്തെ അടിയൻ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, മുൻപിൽ എഴുന്നേൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഭിചാരങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ടും ഇവരുടെ വഴിമുടക്കുവാനും ഇവർ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ തടസ്സം നിൽക്കുന്നവർ, അവരെ മാറ്റി ഇവരെ അങ്ങ് ഉറപ്പിക്കണമേ കർത്താവേ. ഇവരുടെ വാക്തത്വങ്ങളിൽ ഉറപ്പിക്കണമേ. തൊഴിലിടത്തിൽ ഇവർ ആ ഉയർച്ച പ്രാപിക്കട്ടെ, ആ നന്മ ഇവർ അനുഭവിക്കട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളെ സ്വർഗ്ഗം ഒരുക്കി നൽകണമേ. തൊഴിലിടത്തിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ, എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ഇവരെ ലജ്ജിപ്പിക്കുവാൻ, ഇവരുടെ തലകുനിപ്പിക്കുവാൻ തക്കവണ്ണം എഴുന്നേൽക്കുന്ന എല്ലാ മാനുഷിക പൈശാചിക വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് അവൻ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കലഹമുണ്ടാക്കുന്ന വ്യക്തികളെ കുടുംബങ്ങൾക്കകത്ത് നിന്ന് സ്വർഗ്ഗമങ്ങ് മാറ്റിവിടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്, അങ്ങയുടെ സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. അങ്ങ് അവരോട് കൂടിയിരിക്കണമേ കർത്താവ്. അവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. യേശുവേ, കടഭാരങ്ങളാൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവരുടെ വഴികളെ തുറക്കണമേ. എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇവർക്ക് മുമ്പിൽ ശ്രേഷ്ഠകരമായ വഴികളെ, വാതിലുകളെ തുറന്നു നൽകി മാനിക്കണമേ കർത്താവ്. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങളെ നൽകണമേ. വസ്തുക്കളില്ലാത്തവർ വസ്തുക്കൾ വാങ്ങട്ടെ. ആത്മീക ഭൗതിക ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അവൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിക്കാം. അവരിനി മുൻപിൽ കാണത്തില്ല. എന്നാൽ നാളെ കാലം ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.